വാക്കുകൾ പ്രാർത്ഥിക്കും. പിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. വചനം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഉൾക്കണ്ണനെ പരിശുദ്ധാത്മാവായി തുറക്കണമേ. ഞങ്ങൾ വാക്ക് തരുന്നു, സകലമാനം മാറ്റും അങ്ങ് മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് UK and Ireland മലയാളം സെക്ടറിൻ്റെ 3rd ആനുവൽ കോൺഫറൻസിലേക്ക് എളിയവനായി എനിക്കും കടന്നു വന്ന് ഇങ്ങനെ സംബന്ധിക്കുവാൻ ദൈവൊരവസരം ഒരിക്കൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസിൻ്റെ നാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ജോ കുര്യനോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഈ കോൺഫറൻസിലെ കമ്മിറ്റി അംഗങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. തീത്തോസിലെ ലേഖനത്തിലെ ഒരു വാക്യാംശമാണ് ഇവിടെ തീമായിട്ട് ഈ കോൺഫറൻസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവവചനം വായിക്കുവാൻ ആരൊരു സഹോദരി ഉണ്ട് എന്ന് പറഞ്ഞു. ആകയാൽ തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ച് സഹായിപ്പാനായി ഓർമ്മിക്കുന്നു. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സത്പ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കുവാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മതി. ഈ വാക്യങ്ങൾക്കായി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുണ്ട്. അതിൽ 14 ലേഖനങ്ങൾ അപ്പോസ്തലൻ പൗലോസാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ 14 ലേഖനങ്ങളിൽ 3 1 തിമോത്തി, 2 തിമോത്തി, ടൈറ്റസ് പാസ്റ്റോറൽ എപ്പിസൽസ്, ഇടയ ലേഖനങ്ങൾ എന്നാണ് നാം വിളിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഈ ഇടയ ലേഖനങ്ങൾ എന്ന് വിളിക്കാൻ കാരണം, ഇടയന്മാർക്ക് പാസ്റ്റേഴ്സിനുള്ള ധാരാളം ദൂതുകൾ അതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അവരോടുള്ള ദൂതുകളുണ്ട്. അവർ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട വിഷയങ്ങളും പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ വളരെ വ്യക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഈ 3 ലേഖനങ്ങൾ അപ്പോസ്തലൻ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുമ്പോൾ താൻ രചിച്ചിട്ടുള്ളതാണ്. ശരിയായി ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടോ ദൈവത്തിന്റെ ആത്മാവ് കുറെ മാസങ്ങളായി, ഇവിടെ നിങ്ങൾ ഈ ടീം എടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ കുറെ മാസങ്ങളായി 3 ലേഖനങ്ങൾ പഠിക്കുവാനും കർത്താവ് എനിക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പഠനം പൂർത്തിയായി എന്ന് പറയാൻ ഒരു പുസ്തകത്തെക്കുറിച്ചോ ഒരു വാക്യത്തെക്കുറിച്ചോ ഒരു വാക്കിനെ കുറിച്ചോ സാധ്യമല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ലേഖനങ്ങളുടെ ഒരു സ്റ്റുഡൻ്റാണ്. വളരെ ആവശ്യത്തോടെയാണ് ഞാൻ അത് പഠിക്കുന്നത്. അതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് പ്രധാനമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം, ഇന്നത്തെ ഒരു മുഖ്യ വിഷയമാണ് മിറക്കിൾസ്, സയൻസ്, വണ്ടേഴ്സ്, രോഗസൗഖ്യം. അതിനകത്ത് അങ്ങനെ വലിയൊരു ഡീലിംഗ് ഇല്ല. അതെന്താണ്? അപ്പൊ അത്ഭുതങ്ങളോ അടയാളങ്ങളും രോഗസൗഖ്യം വേണ്ടെന്നാണോ? അല്ല, അത് അത്യാവശ്യമാണ്. കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തന്റെ അവസാനത്തിലേക്ക് താൻ കടന്നു വരുമ്പോൾ അതിലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ട് എന്ന്
തനിക്ക് ദൈവസഭകളെ അറിയിക്കുവാൻ ഉണ്ടായിരുന്നു. ആമേൻ. ഈ ലേഖനം, തീത്തോസിന്റെ ലേഖനം താൻ എഴുതുന്നത് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഇങ്ങനെയൊരു പദപ്രയോഗമാണ്: പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസ്. അദ്ദേഹത്തിനാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. നിജപുത്രനായ, രക്തബന്ധമില്ലവർക്ക് വിശ്വാസത്താൽ സുവിശേഷത്താൽ ജനിപ്പിച്ച ഒരു യൗവനക്കാരനായ മിനിസ്റ്റർക്കാണ് താൻ ഇത് എഴുതുന്നത്. ഇതേ പ്രയോഗം നിങ്ങൾ 1 തിമോത്തിയോസ് 1:2 തിമോത്തിയോസിനുള്ള ബന്ധത്തിലും നിങ്ങൾക്കത് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്ന് തന്റെ അടുത്ത ലെവൽ ഓഫ് ലീഡേഴ്സിനെ തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വാർത്തെടുക്കുകയും വളരെ ഗൗരവമുള്ള ശുശ്രൂഷകൾ അവർക്ക് താൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അടുത്ത ലെവൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ തയ്യാറാക്കി ട്രെയിൻ ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു മിനിസ്ട്രി താൻ ചെയ്തിരുന്നു. അധികം പേരെ ഒന്നും തനിക്ക് കിട്ടിയില്ലെങ്കിലും പ്രധാനപ്പെട്ട 2 യങ് ലീഡേഴ്സ് ആയിരുന്നു തിമോത്തിയും ടൈറ്റസും. നിജപുത്രനായ തീത്തോസിന് താൻ എഴുതുകയാണ്. ഗലാത്യ ലേഖനം 2:3 നിങ്ങൾ പരിശോധിച്ചാൽ വാസ്തവത്തിൽ ഈ തീത്തോസ് ഒരു ജാതിക യവനായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണെങ്കിലും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം he is a പക്കാ ജൂ എന്ന് നമുക്ക് പറയാം. എന്നാലും വൈരുദ്ധ്യങ്ങൾ ഒന്നും കൊണ്ടുവരാതെ ക്രിസ്തുവിൽ ഈ യൗവനക്കാരെ സ്നേഹിച്ച് ആവശ്യമാകുന്ന കൈത്താങ്ങുകളൊക്കെ കൊടുത്ത് തന്നെ ചില പ്രത്യേക ദൗത്യം തന്നെ ഏൽപ്പിക്കുകയാണ്. എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചില റെഫറൻസുകൾ ഓടിച്ച് ഞാൻ പറയാം. 2 കൊരിന്ത്യർ 7:13-14, 2 കൊരിന്ത്യർ 8:6, 8:16, 8:23, 12-18 എന്നീ വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില ദൗത്യങ്ങൾക്ക് വേണ്ടി തീത്തോസിനെ കൊരിന്ത് പോലുള്ള സഭയിൽ, പ്രശ്നങ്ങളുള്ള സഭയിൽ പൗലോസ് തന്നെ അയച്ചിരുന്നു എന്ന് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ കടുവാൻ തക്കവണ്ണം കഴിയും. വളരെ സ്തുത്യർഹമായി പൗലോസിനെ ആത്മീകമായി സേവിച്ച ഒരു യൗവനക്കാരനായ വൃദ്ധനാണ് തീത്തോസ്. ഈ തീത്തോസിനാണ് വാസ്തവത്തിൽ താൻ ഈ കത്ത് എഴുതുന്നത്. എനിക്ക് നിങ്ങളെ ഈ വാക്യത്തിലേക്ക് കൊണ്ടുവരാനുണ്ട്. നിങ്ങൾ വളരെ പേഷ്യന്റ് ആയിരിക്കണം. ആ വാക്യം നിങ്ങൾ മലയാളത്തിൽ വായിച്ചപ്പോൾ ബോധ്യമായി കാണും, ഒന്നും മനസ്സിലായില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് കിട്ടി കാണും. അതങ്ങനെ തന്നെയാണ്. ഇച്ചിരി സമയം എടുക്കണം. 1 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമെല്ലാം ഭംഗിയാക്കി വരണം. ഇതിനിടയ്ക്ക് ചില ദൂതുകളും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ആ 1 മണിക്കൂറിനകത്ത് കൊണ്ടുവരാനാണ് ഞാനും ബന്ധപ്പെടുന്നത്. 1-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിലാണ് ഈ കത്തെഴുതാനുള്ള പശ്ചാത്തലം മനസ്സിലാക്കുന്നത്. തീത്തോസ് ഇപ്പോ ക്രേത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ്, അഥവാ ദ്വീപിലേക്ക് അപ്പോസ്തലനായ പൗലോസ് തന്നെ നിയോഗിക്കുകയാണ്. ക്രേത്ത എന്ന് പറയുന്ന ദ്വീപ് മെഡിറ്ററേനിയൻ സീയിലെ ഒരു ചെറിയ ഐലൻഡാണ്. അവിടെ ധാരാളം യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്നു. അവിടുത്തെ സഭകളൊന്നും പൗലോസ് സ്ഥാപിച്ചതല്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 11-ാം വാക്യം ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെങ്കിൽ അന്ന് പെന്തക്കോസ്തിൽ ആത്മപകർച്ച ഉണ്ടായപ്പോൾ അവിടെ ക്രേത്തക്കാർ ഉണ്ടായിരുന്നു. അവര് പിൻകാലങ്ങളിൽ ആ ദ്വീപിൽ ചെന്നാവാം അവിടെ സഭകളൊക്കെ തുടങ്ങിയത്. പാരമ്പര്യം പറയുന്നത് റോമിൽ ചെന്ന് പ്രിസണിലാക്കപ്പെട്ട ഈ പൗലോസ് തന്റെ ആദ്യത്തെ പ്രിസണിൽ നിന്ന് താൻ മോചനം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് തീത്തോസുമായി പലയിടങ്ങൾ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് ക്രേത്തയിൽ താൻ വന്നു. അവിടുത്തെ സഭകളെയൊക്കെ താൻ വീക്ഷിക്കുകയും മിനിസ്ട്രിയൊക്കെ ചെയ്തപ്പോൾ തനിക്കൊരു കാര്യം ബോധ്യമായി: these churches are disorganized. തനിക്കതാണ് നിൽക്കാൻ സമയമില്ല. തനിക്ക് അടുത്തടുത്തേക്ക് പോയി നോക്കൂ. അത് കഴിഞ്ഞാണ് തന്റെ 2ാമത്തെ പ്രൊസസ്മെന്റ് ഒക്കെ റോമിൽ നടക്കുന്നത്. പിന്നെ
ഇടയ്ക്കുള്ള സമയത്താണ് താൻ ഇങ്ങനെ ഒരു വിസിറ്റിംഗ് ഒക്കെ നടത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആളുകളൊക്കെ വന്ന് സഭയൊക്കെ തുടങ്ങി കാര്യമൊക്കെ ഉഷാറായി പോകുന്നുണ്ടെങ്കിലും ഒത്തിരി ക്രമക്കേടുകൾ അവിടെ ഉണ്ട്. അതാണ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തോലിക അധികാരത്തിൽ നിന്നും കൂടെ കൊണ്ടു നടന്ന് വാർത്തെടുത്ത ശുശ്രൂഷയിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ തീത്തോസിനെ അവിടുത്തെ ക്രമക്കേടുകളെ മാറ്റുവാൻ താൻ അവിടെ റെപ്രസെന്റേറ്റീവായി ആക്കുകയാണ്. ആമേൻ. ഇവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട ദൂത് ഈ സദസ്സിനോട്, ഇവിടെയുള്ള സഭകളോട്, കർത്തൃവൃത്യന്മാരോട്, ദൈവമക്കളോട് പറയാനുണ്ട്. അപ്പോസ്തോലിക അധികാരത്തിൽ നിൽക്കുന്നതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ദൈവവചനം ശരിക്കും ശ്രദ്ധിച്ചാൽ അപ്പോസ്തലന്മാർക്കൊരു പതിവുണ്ടായിരുന്നു. ഉദാഹരണം, അപ്പോസ്തല 8-ാം അധ്യായത്തിൽ നിങ്ങൾ വരുമ്പോൾ, 8-ാം അധ്യായത്തിലെ വിഷയം ദൈവമക്കൾക്ക് അറിയാമല്ലോ. 8-ാം അധ്യായത്തിലാണ് ശമരിയരിൽ ഭയങ്കര ഉണർവുണ്ടാകുന്നു. 7-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സഭയുടെ 1-ാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. അത് നിമിത്തം ഉപദ്രവം സഭയ്ക്കുണ്ടാകുന്നു. സഭയിൽ നിന്ന് ആളുകളൊക്കെ ഓടി ചിതറിപ്പോകാൻ തുടങ്ങി. അങ്ങനെ ചിതറിപ്പോയവരുടെ കൂട്ടത്തിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ഡീക്കൻ ശമരിയയിൽ ചെന്നു. അദ്ദേഹത്തെ അതിശക്തമായി പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ തുടങ്ങി. അത്ഭുതങ്ങളും അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. താൻ സുവിശേഷം അതിശക്തിയോടെ താൻ അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആളുകളൊക്കെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്തിനേറെ പറയുന്നു, ആളുകളെയൊക്കെ ഭ്രമിപ്പിച്ചിരുന്ന ശീമോൻ എന്ന് പറയുന്ന മന്ത്രവാദി പോലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയുടെ ആളായി. അങ്ങനെ ഭയങ്കര ഉണർവ് നടക്കുന്ന ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവോടെ എഴുതിയിരിക്കുന്ന ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. 8-ാം അധ്യായത്തിന്റെ 11 മുതൽ നിങ്ങൾ വായിച്ചാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ യോഹന്നാനെയും പത്രോസിനെയും കൂടെ ഈ ഉണർവ് ഒന്ന് പഠിക്കാൻ അയച്ചു. Praise the Lord. That was the pattern of the early church. എവിടെയെങ്കിലും ഉണർവ് നടന്നു, എങ്ങനെയെങ്കിലും 2 രോഗസൗഖ്യം നടന്നു, okay, that's a church. Praise the Lord. No, that's not the attitude. ദൈവത്തിന്റെ ആത്മാവ് തന്നെയായിരിക്കാം ചെയ്തത്. ദൈവാത്മാവിനായിരിക്കാം കേവലം വിശ്വാസികൾ പോലും സഭ സ്ഥാപിക്കുന്നത്. അതൊക്കെ സത്യമാണെങ്കിലും അപ്പോസ്തോലിക ഹെഡ്ക്വാർട്ടേഴ്സ് അക്കാലഘട്ടത്തിൽ ജെറുസലേമായിരുന്നു. അവിടെ നിന്ന് ഇതിന്റെ കാര്യങ്ങളൊന്ന് വിലയിരുത്തി, ഇതൊക്കെ റിയലാണോ, ഈ കാര്യത്തെ ഒക്കെ ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടി അവർ ഡെസിഗ്നേറ്റ് ചെയ്ത അയച്ചതാണ് പീറ്റർ ആൻഡ് ജോൺ. അവരവിടെ ചെന്നപ്പോ കേൾക്കണേ, ഒരു കുറവ് കണ്ടു. ഇത്ര ശക്തിയായ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്ത ഫിലിപ്പോസിന് ബാക്കിയുള്ള മിനിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ടോ സാധിച്ചില്ല. അവിടെയുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നുള്ള സത്യമാണ്, പക്ഷേ അവർ ആത്മനിർഭരം പ്രാപിച്ചിട്ടില്ല. അവ അപ്പോസ്തലന്മാർ നോക്കിയപ്പോൾ ആ ഒരു കുറവുണ്ട്. അവിടെ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കരം വെച്ചു. and they were filled with the Holy Spirit. Praise the Lord. രക്ഷിക്കപ്പെട്ടു, വചനം സ്വീകരിച്ചു. ആ കാര്യങ്ങളെ വിലയിരുത്തി that's okay, that's right എന്ന് അപ്പോസ്തോലിക കൊടക്കീഴ ആദ്യ കാലഘട്ടത്തിലെ സഭകൾ ഫോളോ ചെയ്തിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ 2-ാമത്തെ തെളിവ് നിങ്ങൾ ശ്രദ്ധിക്കൊണ്ടിരാം. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ നിങ്ങൾ വരിക. അവിടെയാണ് ആന്റിയോക്കിലെ സഭയെ കുറിച്ച് പരാമർശിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ലൂക്കോസിലൂടെ പരാമർശിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 11-ന്റെ 22, 25, 26 വാക്യം. എന്താണ് ഈ അന്ത്യോക്യ സഭ? പൊതുവെ സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആന്റിയോക്കിലെ ചർച്ച് പത്രോസാണ് സ്ഥാപിച്ചത് എന്നൊക്കെയാണ്. ദൈവവചനത്തിൽ അതിന് യാതൊരു ആധികാരികതയില്ല. അവരുടെ സഭ സ്ഥാപിക്കുന്നത് ലേമൻ, കേവലം വിശ്വാസികൾ. ഈ സ്റ്റീഫന്റെ പെർസിക്യൂഷനോടുള്ള ബന്ധത്തിൽ ഓടിപ്പോയ കുറെ സഹോദരന്മാർ അവർ ആത്മപൂർണ്ണരായിരുന്നു. ദൈവവചനം പറയുകയും ദൈവത്തിന്റെ വചനത്തെ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ദൈവത്തോടെ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജാതിക സഭയാകുന്ന ആന്റിയോക്ക് ചർച്ച് വാസ് ഫോംഡ്. പക്ഷെ അവിടെ നിങ്ങൾ കാണും, യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യനെ ആ കാര്യങ്ങൾ വിലയിരുത്തുവാനായി അയക്കുന്നു. ബർന്നബാസിന്റെ
He was full of the faith, full of the Holy Spirit. നല്ല മനുഷ്യൻ എന്നൊക്കെ തന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യനെയാണ് അപ്പോസ്തലന്മാർ അവിടെ നടക്കുന്ന ഉണർവിനെ വിലയിരുത്തുവാൻ അയക്കുന്നത്. That was the apostolic pattern. Praise the Lord. ദൈവവചനം അറിയാവുന്ന, ദൈവം നിയോഗിച്ച, ദൈവം കണ്ടിട്ടുള്ള ലീഡേഴ്സിന്റെ കുടക്കീഴിൽ നിൽക്കുന്ന അത്രയും സേഫ്റ്റി, അത്രയും ബലം വേറെ ഒന്നുമില്ല. അത് ദൈവ വചനത്തിന്റെ പാറ്റേൺ ആണ് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ദൂത് തന്നിട്ടുണ്ട്. ബർന്നബാസ് അവിടെ ചെയ്തത് ഭയങ്കര മിറക്കിൾസ് നടക്കുന്ന ഒരു ജാതിക ചർച്ചാണ്. ബർന്നബാസ് ചെയ്ത ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ this is good, this is right. അദ്ദേഹം ചെയ്ത് കേൾക്കണേ. അന്ന് തർസോസിൽ പോയി അപ്പോസ്തല പ്രവൃത്തി രചിക്കുന്ന സമയത്ത് 10 വർഷത്തേക്ക് പൗലോസ് സൈലന്റ് ആണ്. തനിക്കൊരു മാറ്റമൊക്കെ വന്നിട്ട് for the 10 years Paul is not seen anywhere. ഈ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യൻ തർസോസിൽ ചെന്ന് ഈ ശൗല് അഥവാ പൗലോസിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവർ ഒരുമിച്ച് ഒരു മുഴുവൻ വർഷവും ദൈവവചനം ഈ പുതിയ വിശ്വാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. That's the apostolic. കാര്യങ്ങളെ അവർ ഓർഗനൈസ് ചെയ്യുവാൻ അവർ ബന്ധപ്പെട്ടിരുന്നു. എങ്ങനെയെങ്കിലും കുത്തഴിഞ്ഞു പോകുന്നതല്ല ദൈവത്തിന്റെ സഭ. ദൈവസഭയ്ക്കകത്ത് there is organization, there is the word of God. ഏതെങ്കിലും ഒരു തലവേദന മാറി, ഒരു അത്ഭുതം നടന്നു, ഒരു അടയാളം നടന്നു, that's a usual thing. അതൊരു വിഷയമല്ല. ഇന്ന് നാളെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. Those are basic things. Those are very, very small things. അതൊരു വലിയ കാര്യമായിട്ടാണ് പലരും ചിന്തിക്കുന്നത്. No. അതുകൊണ്ട് തന്നെ ഒരു കൊടക്കീഴില്ലാത്തത് കൊണ്ട്, അപ്പോസ്തോലിക് അതോറിറ്റിയുടെ ബാക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് എത്രയെത്ര പേർ വലഞ്ഞു പോകുന്നു എന്ന് നാം തിരിച്ചറിയണം. Let's come back to the word of God. ദൈവവചനത്തിലേക്ക് ദൈവമക്കൾ, ദൈവദാസന്മാർ, ഓർഗനൈസേഷൻസ് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ബന്ധത്തിൽ 5-ാം വാക്യത്തിൽ ക്രേത്തയിലുള്ള സഭകളിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ട്. ഓർഗനൈസേഷൻ is set up. അവിടെ ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ക്രമക്കേട് എന്നൊരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കാര്യങ്ങളെ ക്രമത്തിൽ ആക്കേണ്ടതിന് ഇതിനാണ് തീത്തോസിനെ കത്ത് തനയിക്കുന്നത്. കാര്യങ്ങളെ ക്രമത്തിലാക്കണം. എന്താ കാര്യം ക്രമത്തിലാക്കേണ്ടത്? ആ 3 അധ്യായം പഠിച്ചാൽ വളരെ വിശദമായി ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് മുഖ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ സഭകളിൽ മൂപ്പന്മാരെ എടുക്കണം. Elders have to be appointed. So many of those churches did not have elders. കിട്ടുന്നവരല്ല എഴുതുക. That's not the way. അവിടെ പറഞ്ഞിരിക്കുന്ന ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. Listen to me very carefully. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ ഇറങ്ങാൻ താല്പര്യമുള്ള സമയം അനുവദിക്കുന്നില്ല. 5 മേഖലകളിലെങ്കിലും അവർ ഫിറ്റ് ആയിരിക്കണം. 1 പേഴ്സണൽ, 2 ഭവനപരമായി വീട്ടിൽ, 3 അവരുടെ ഫിനാൻസ്, 4 സോഷ്യൽ, 5 പ്രൊഫഷണലി അവർ ക്വാളിഫൈഡ് ആയിരിക്കണം. ഏതെങ്കിലും ബൈബിൾ കോളേജിന്റെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയി ഒരു സഭാപാസ്റ്റർ ആകാം എന്ന് ആരും ധരിക്കരുത്. അതിന്റെ അർത്ഥം ബൈബിൾ കോളേജ് ഡിഗ്രി തെറ്റാണെന്നല്ല. Praise the Lord. എത്രയും ദൈവവചനം പഠിക്കാമോ അത്രയും പഠിക്കുക. And God bless you for that. എന്നാൽ അത് ഇടയ ശുശ്രൂഷ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അല്ല. Praise the Lord. You must be able to teach God's word. ദൈവവചനത്തിന്റെ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതാണ് സമയത്ത് കാലഘട്ടത്തിന്റെ ദൂതനെടുത്ത് അതാണ് സഭകൾക്ക് വേണ്ട ദൂതിനെ ആഴത്തിൽ ഇറങ്ങി ജനത്തിന് പകർന്നു കൊടുത്ത് അവരെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാനുള്ള അഭിഷേകം, ആ അധികാരം താങ്കളെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് നീ ക്രമത്തിൽ കൊണ്ടുവരണം. 10 മുതൽ 16 വരെയുള്ള വാക്യം 1-ാം അധ്യായത്തിലെ വിഷയമാണ്. ദുരുപദേശക്കാർ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. തീത്തോസ് ഫേസ് ചെയ്തിരുന്നു, തിമോത്തി ഫേസ് ചെയ്തിരുന്നു, പൗലോസ് തന്നെ ഫേസ് ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തെ പോലെ തന്നെ
slaves. അവരെ എല്ലാം നീ പത്യ ഉപദേശം പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കുമ്പോഴോ നിന്റെ സ്വഭാവം ഒരു എക്സാമ്പിൾ ആയിരിക്കണം. 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യവും 3-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്രമക്കേട ശരിക്ക് ജീവിക്കണം. ഉപദേശം അനുസരിച്ച് സഭയിലുള്ള വിശ്വാസികൾ ശരിക്ക് ജീവിക്കണം. ഈ ക്രമക്കേടുകളെയാണ് ക്രേത്തയിൽ നിന്ന് ടൈറ്റസേ നീ മാറ്റേണ്ടത്. അതിന് ഞാൻ ലേഖനം എഴുതുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ എഴുതി വരുമ്പോഴാണ് 3-ാം അധ്യായത്തിൽ I tell you these verses are pregnant with theology. ഞാൻ മണിക്കൂറുകൾ I devoted on these verses. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അതിന് വളരെയധികം ആഴമുണ്ട്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അടുത്തത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ആമേൻ. ഇതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിയാകാൻ സാധ്യമല്ല. അത് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പഠനത്തിന്റെ സൗകര്യത്തിനായി ആളുകൾക്ക് മനസ്സിലാക്കാൻ ഈ വാക്യങ്ങളെ ഞാൻ രണ്ടായി അങ്ങോട്ട് തിരിക്കുകയാണ്. ഒന്ന്, അവൻ നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, ദൈവത്തിന്റെ കരുണയാലും കൃപയാലും അത്രേ. ഈ വാക്യം എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല. അവൻ ഈ വാക്യത്തെ മുഴുവനും കൂടെ I divide into two for the sake of studying. Praise the Lord. അമിത ഭക്തിയുള്ളവര് പുള്ളി വന്ന് വാക്യം മുറിച്ചു തിരിച്ചു എന്നൊന്നും പറഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. നിങ്ങളുടെ ബൈബിൾ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ബൈബിളിലെ വാക്യം തന്നെ സൂക്ഷിച്ചു. Praise the Lord. വാക്യത്തിന്റെ ഒരു പകുതി അവൻ നമ്മെ രക്ഷിച്ചു, അത് നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയാലും കൃപയാലും അത്രേ. അതിന്റെ രണ്ടാം ഭാഗം അവിടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നാം ഭാഗത്തിലേക്ക് ഞാൻ വരാം. അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ? നാം രക്ഷിക്കപ്പെട്ടത് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അവ വാക്യം രണ്ട് ആശയം, രണ്ട് തോട്ട്സ് ആണ് പരിശുദ്ധാത്മാവ് പൗലോസോട് പറയുന്നത്. നമ്പർ 1, we are not saved by works. പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷപ്പെട്ടത്. നമ്പർ 2, നാം രക്ഷിക്കപ്പെട്ടത് പുനർജനന സ്നാനം. 2, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഇതാ 2. അതിൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പലപ്പോഴും ഇത് ലളിതമായ സുവിശേഷം കേൾക്കുമ്പോൾ ഇത് നമുക്കെല്ലാം അറിയാമെന്നൊരു ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരപകടം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്പം സൂക്ഷ്മമായി നമുക്കൊന്ന് പഠിക്കാം. പ്രത്യേകിച്ച് all you youngsters who are sitting right back, I always wanted you to be in front. You must hear the pure gospel. ഏത് കുഞ്ഞിനും മനസ്സിലാകുന്ന നിലയിൽ ഞാൻ ഈ ഗോസ്പൽ സുവിശേഷ സത്യങ്ങളെ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. There is a time for you to go behind and stay. Now you are young, you must come in front and hear the gospel. Hallelujah. നാം രക്ഷപ്പെട്ടത് ഒരിക്കലും നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല എന്നാണ് ഫസ്റ്റ്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ ഇതിന്റെ കാരണം? ഞാൻ കുറച്ചു മുമ്പ് ക്രേത്തയിലായിരുന്ന ദുരുപദേശക്കാരെ കുറിച്ച് ഒന്ന് പരാമർശിച്ചിരുന്നു. അവിടെ ആ ക്രമക്കേട് തീത്തോസിനെ നീക്കണം. അത് പറഞ്ഞു വരുമ്പോൾ 3-ാം അധ്യായത്തിൽ വന്ന് പറയുകയാണ്, നാം രക്ഷപ്പെട്ടിരിക്കുന്നത് not by our works, നമ്മുടെ righteous ആയിട്ടുള്ള നീതി പ്രവൃത്തി കൊണ്ടല്ല. ഈ സ്റ്റേറ്റ്മെന്റ് ദുരുപദേശ
കുത്തിവെച്ച് അരുതാത്തത് കുത്തിവെച്ച് അവന്റെ വിരുദ് തെറ്റിക്കുന്നത്. ഇത് പൗലോസിന് മനസ്സിലായി. അവന് ഖണ്ഡിതമായിട്ട് പറയുകയാണ്, no, we are not saved by any of our righteous acts or works. ആരായിരുന്നു ദുരുപദേശക്കാരൻ? എന്താ ദുരുപദേശം ഇവർ പറയുന്നത്? യഹൂദ മത അനുസാരികളാണ്. രക്ഷിക്കപ്പെട്ടാൽ ഇവരുടെ ഉള്ളിൽ നിന്ന് പാരമ്പര്യങ്ങൾ മാറത്തില്ല. എന്നാ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെങ്കിലും പരിച്ഛേദന ഏൽക്കണം, സർക്കംസിഷൻ വേണം, പിന്നെ ആഹാരത്തിന്റെ ക്രമീകരണങ്ങൾ, ഇതൊക്കെ മോശമില്ല പറഞ്ഞത് വേറെ എങ്ങനെയും മാറുമോ? ഇതൊക്കെ ആചരിക്കണമെന്ന് അവർ ചിന്തിച്ച് അവരങ്ങനെ വിശ്വസിച്ചു. അവരാളുകളെ പഠിപ്പിച്ചിരുന്നു. ഇത് യഹൂദനുള്ള ബന്ധത്തിൽ അവര് തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. ജാതികളിൽ നിന്ന് വരുന്നവർ ചുമ്മാ അങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ ഒക്കത്തില്ല. ആ രക്ഷിക്കപ്പെടണമെങ്കിൽ മോശയുടെ പ്രമാണങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണം, എന്നിട്ട് യേശുവിനെ കൂടെ ആകാം. അപ്പോ യേശുവിന്റെ കാൽവറി മരണം പോരാ, നമ്മൾ അതിന്റെ കൂടെ നമ്മുടെ നീതി പ്രവൃത്തിയുടെ വേണം എന്നുള്ള ആശയം അവർ ദൈവസഭകൾക്കകത്ത് കുത്തിവെച്ചിരുന്നു. ഇത് പൗലോസ് വളരെ ഗൗരവമായിട്ടാണ് കണ്ടത്. ഇങ്ങനെയാണ് 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അനേക വീടുകളെ കൂട്ടമായി അവർ മറിച്ചു കളഞ്ഞു. Whole households were turned away from the faith. Praise the Lord. ദുരുപദേശങ്ങൾ ഇന്നുമുണ്ട്. എന്താ ദുരുപദേശം? പത്യവചനത്തിന് ചേരാത്തത് മുഴുവനും ഉപദേശ പെശക. എന്താ പത്യവചനം? സൗണ്ട് ഡോക്ട്രിൻ. സൗണ്ട് ഡോക്ട്രിന്റെ അർത്ഥം ഹൈജീനിക് ഡോക്ട്രിൻ, ഹെൽത്തി ഡോക്ട്രിൻ. അകത്തെ മനുഷ്യന് ആത്മീയമായി കരുത്തു വരുന്നത് പത്യോപദേശമെങ്കിൽ ദുരുപദേശം എന്താണെന്ന് അറിയാമോ? അകത്തെ മനുഷ്യനത് കേടുവരുത്തുന്നത്. അത് എത്ര വലിയ സായിപ്പ് പറഞ്ഞാലും, എത്ര വലിയ ഇന്ത്യൻ സായിപ്പ് പറഞ്ഞാലും, ഏത് മഹാൻ പറഞ്ഞാലും അതിനെ നീ സൈലൻസ് ചെയ്യണം. പരിശുദ്ധാത്മപൂർണ്ണൻ പറയുകയാണ്, you must silence that Titus. താഴോട്ട് എന്ന് പറയുമ്പോൾ സഭയ്ക്കകത്ത് കുറച്ചു പേര് ഇതൊക്കെ വെച്ചു പുലർത്തുന്നു. അവരെ കുറിച്ച് പൗലോസ് പറയുക, you have to rebuke them sharply. ശരിക്കും നീ വെക്കണം. അനേക ആളുകളുടെ ചിന്ത സഭയോഗത്തിൽ വരുന്നത് ഒരാശ്വാസത്തിന് വരിക എന്ന ചില ചിന്ത. അത് സഭ എന്താ, സഭായോഗം എന്താണെന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. അധികാരത്തിലുള്ള ഒരു അഭിഷക്തനാണ് നിങ്ങളുടെ ചർച്ചയിൽ ചാർജെടുത്തിരിക്കുന്നെങ്കിൽ കാലഘട്ടത്തിലെ ദുരുപദേശത്തെ പത്യോപദേശം പറഞ്ഞ് പൊളിക്കും. മാത്രമല്ല നിന്റെ അകത്ത് അത് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായും പരസ്യമായി ശാസിക്കുന്നത് പോലെ പരിശുദ്ധമായ കൃപയെ ആശ്രയിച്ച് അതിനെ ശാസിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അവരുടെ വലിയൊരു കൊടുത്തിട്ടൊരു അസ്ത്രമാണ് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം കൊണ്ടോ സുവിശേഷം കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. കർമ്മപ്രവൃത്തികൾ വേണം. നമ്മൾ കുറച്ചൊക്കെ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടത്തില്ല, സാൽവേഷൻ കിട്ടത്തില്ല. ആ കാര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ നീതി പ്രവൃത്തി കൊണ്ടല്ല നാം രക്ഷപ്പെട്ടത് എന്ന ആശയം വരുന്നത്. സമയം ഒട്ടും തീരെ നമ്മുടെ മുൻപിൽ ഇല്ലെങ്കിലും പറയേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നിങ്ങൾ ആ 10-11 വാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചാൽ ഈ ദുരുപദേശക്കാരെ പൗലോസ് ഒന്ന് പൊളിക്കുന്നുണ്ട്. ഈ പൗലോസ് ഇടപെടുന്നതൊന്നും ഈ ന്യൂട്രൽ ഗിയറിലോ ആരെയൊക്കെ മറച്ചൊന്നുമല്ല. പേര് പറയേണ്ടടുത്ത് പേര് പറയും, അല്ലെങ്കിൽ ലക്ഷണം പറയും. കാര്യം ബാക്കി ചെയ്യേണ്ടത് തിമോത്തിയോ ടൈറ്റസോ ആണ്. ഇവിടെ താൻ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർ വഴങ്ങാത്തവരാ, അവർ വൃഥാവാചാരന്മാരാ, അവർ മനോവഞ്ചകന്മാരാ. എന്താ ഇതിന്റെ അർത്ഥം? വഴങ്ങാത്തവർ. Listen carefully. How to identify a false teacher. അവർ വഴങ്ങാത്തവരായിരിക്കും. അർത്ഥം എന്താ? ദൈവവചനത്തിനോ അവരുടെ മേലുള്ള ദൈവദാസന്മാർക്കോ അവർ വഴങ്ങത്തില്ല. That's the mark of a false teacher.
അറിയാം എങ്ങനെയൊക്കെ പറഞ്ഞ് കസർത്ത് കൊണ്ട് എന്ത് കാര്യം നേടും. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആകത്തുക ഒന്നും കാണില്ല. വൃഥാ വാചാലന്മാർ, vain talkers, merely talking, no substance in that. മൂന്നാമത്തെ കാര്യം, അവർ മനോവഞ്ചകന്മാർ, they are deceivers. എന്ന് പറഞ്ഞാൽ സത്യം പ്രചരിപ്പിക്കുന്നു, സത്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരത് ചെയ്യാതെ ആളുകളെ വഞ്ചിക്കുന്നവരാ. മാത്രമല്ല വേറെ ഒരു ക്വാളിറ്റിയോടെ പറയുന്നുണ്ട്. ക്വാളിറ്റി അല്ല, അവരെ കുറിച്ചുള്ള ഒരു പരാതി. ഇവരിലെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? ടു മേക്ക് മണി. ഫോൾസ് ടീച്ചറിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് they are out to make a fast buck, out to make money. അവർക്ക് വിഷയം സഭയുടെ നന്മയല്ല, അവർക്ക് വിഷയം ആളുകളെ രക്ഷിക്കപ്പെടണം, സ്വർഗ്ഗത്തിൽ പോകണമെന്നുള്ളതല്ല. ദുരുപദേശം പറഞ്ഞ് പ്രചരിപ്പിച്ച പടർത്തി ആളുകളുടെ കാശടിക്കാൻ ഇന്നും നോക്കുന്ന ആളുകളില്ലേ? ഈ ശ്രമിപ്പിക്കുന്നവരെ ആത്മീയ കണ്ണുകളാൽ നോക്ക്. അവന്റെ ഉപായം, അവന്റെ ദുരുദ്ദേശങ്ങൾ ദൈവത്തിന്റെ ജനം തിരിച്ചറിയട്ടെ. ആമേൻ. ഹല്ലേലൂയ. I tell you, Paul നമ്മുടെ ആളുകളോട് ആ സാരയിൽ നിന്ന് പോട്ടെന്ന് കുറേ വരട്ടെ നല്ലപോലെ തോന്നൊക്കെ പറഞ്ഞു. അത് അപ്പോസ്തലിക ലക്ഷണമല്ല. He deals with the situation. He confronts the situation. ക്രേത്തയിൽ നിൽക്കാൻ ഒത്തിരുന്നെങ്കിൽ താൻ തന്നെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷെ ക്രേത്തയിൽ അവൾ നിൽപ്പാൻ തന്നെ സമയം അനുവദിക്കാത്തത് കൊണ്ട് യൗവനക്കാരനായ തീത്തോസിനോട് പറഞ്ഞ, കുഞ്ഞെ നീ കൈകാര്യം ചെയ്യണം. എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ സത്യം പറയാം, തിമോത്തിയും ടൈറ്റസും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. തിമോത്തി ഇത്രയും ഹാർഡല്ല. തനിക്ക് ഒന്നാമത് വയറ്റിൽ പ്രോബ്ലം ഉള്ളതാണ്. മാത്രമല്ല അല്പമൊക്കെ താനൊരു ശാന്ത സ്വഭാവമൊക്കെ ഉണ്ട്. തനിക്ക് എപ്പോഴും ഒരു എൻകറേജ്മെന്റ് വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എടാ ഭീരുത്വത്തിന്റെ ആത്മാവല്ലടാ നിന്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞ് തന്നെ ശക്തീകരിക്കണം. ടൈറ്റസ് ആളുകളെയാ, ടൈറ്റസ് നിൽക്കണം, പറയേണ്ടത് നന്നായി പറയുന്ന ആള്. കൊരിന്ത് പോലുള്ള സഭയിലെ കെട്ടുകളെ അടിക്കാൻ തീത്തോസിനെ കൊണ്ട് വിടുന്നത്. ക്രേത്തക്കാരെ കുറിച്ച് 12-ാം വാക്യം പറയുന്നുണ്ട്. അവരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗുണം പിടിക്കാത്ത ഒരു സൊസൈറ്റിയാ. അങ്ങോട്ടാണ് ഈ തീത്തോസിനെ അയക്കുന്നത്. He was a tough guy. He could handle situations. I pray to the Lord that tough people will rise up in Liverpool and all around the UK. വെച്ചു ഉറപ്പിക്കരുത് ദുരുപദേശക്കാരനെ, വെച്ചു ഉറപ്പിക്കരുത്. I tell you, വീടുകളെ മറിച്ചു കളയും, നിത്യത മാറ്റിക്കളയും, നിത്യാഗ്നിയിൽ നരകത്തിൽ നിന്നെ കൊണ്ടയാക്കും. ഇതിനകത്തൊരു സംഘം സകലം എഴുന്നേൽക്കട്ടെ. നമുക്ക് പോരാട്ടമുണ്ട്. അത് ഘടകങ്ങളോടല്ല, ശത്രു കരങ്ങളിൽ എടുത്തിരിക്കുന്ന അനേകരുമായി ദൈവങ്ങൾക്ക് പോരാട്ടമുണ്ട്. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം നിങ്ങൾ വായിക്ക്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിപരിശുദ്ധ വിശ്വാസമുണ്ട്. അവിടെ വിശ്വാസം എന്ന് എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഡോക്ട്രിൻസ്. ഉപദേശം എന്ന അർത്ഥമാണ്. ആ വിശ്വാസത്തിന് വേണ്ടി ദൈവസഭ എന്ത് ചെയ്യണം? പോരാടണം. There's a fight. There's a fight. ഒരു ആത്മീക യുദ്ധമുണ്ട് കേട്ടോ. വന്ന് സ്തോത്രം പാടി രണ്ട് കൈയടിച്ചു പോകാനല്ല സ്വർഗ്ഗത്തിലെ വിളിച്ചിരിക്കുന്നത്. You must know your Bible. You must read your Bible. You must chew upon your word of God. ആ ദൈവത്തിന്റെ വചനത്തിന്റെ സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരണം. ടെലിവിഷനിലൂടെ കേൾക്കുന്നതാകട്ടെ, മറ്റു വലിയ കൺവെൻഷൻ പ്രസംഗിയാണെന്ന് പറഞ്ഞതാകട്ടെ, ദൈവത്തിന്റെ വചനമല്ല എങ്കിൽ I say resist it in the name of the Lord. സഭ പത്യമാകട്ടെ. Praise the Lord. Hallelujah. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം
It's a grace of God and it's a gift of God. Praise the Lord. നമ്മളെല്ലാം കൂടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി അവസാനം 2-3 അതിന്റെ ഈണങ്ങളൊക്കെ മാറി മാറി നമ്മൾ ചില ഉറക്കപ്പാടി കൈയടിച്ച് നൃത്തം ചെയ്തുകൊണ്ടല്ല. നോ 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 നോ. 21 ദിവസം ഉപവസിച്ചത് കൊണ്ടല്ല, ഒറ്റ കർമ്മപ്രവൃത്തി കൊണ്ടല്ല ഒരുത്തരും രക്ഷപ്പെട്ടത്. It's purely grace of God. It's a gift of God. അത് ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം ആസ്വദിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. നിനക്ക് കിട്ടിയ വണ്ടി കൊണ്ടല്ല, നിനക്ക് കിട്ടിയ 2 നില കെട്ടിടം കൊണ്ടല്ല, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് കൊണ്ടല്ല ഇന്ന് രാത്രി ആനന്ദിക്കേണ്ടത്. നരകത്തിലേക്ക് വിധിക്കപ്പെട്ട സാത്താന്റെ ആധിപത്യം ഉണ്ടായിരുന്ന നിന്റെ മുഖത്തെ സ്വർഗ്ഗത്തിലെ ദൈവം കൃപയാൽ ഉറച്ചു മാറ്റി ഈ രക്ഷ, ഈ സൗജന്യമായി, ഈ വലിയ നിധി സൗജന്യമായി അനുഭവിക്കാൻ സ്വർഗ്ഗം ഭാഗ്യം ഒരുക്കി എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്വന്തം ചെയ്യണം. It is not by works. It's not by works. Praise the Lord. ഒത്തിരി കാര്യം അതിനെക്കുറിച്ച് പറയുവാൻ ഹൃദയത്തിൽ ഹേമമുണ്ട്. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ മിനിസ്ട്രി നോക്കിയാൽ ഈ ഒരൊറ്റ വെളിപ്പാടിന് വേണ്ടി മനുഷ്യൻ ആടിക്കൊണ്ടിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം പൗലോസിനെ പോലൊരു അഭിഷക്തൻ വെളിപ്പെട്ട് കിട്ടിയ സത്യത്തിന് വേണ്ടി വീര്യത്തോടെ നിന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ രക്ഷ ഇത്ര സൗജന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് ഇന്ന് രാത്രി ലിവർപൂളിൽ നിന്ന് സന്തോഷിക്കുന്നത്. One man paid the price. I tell you, Jesus paid the ultimate price. പക്ഷേ ഇത് ആളുകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഈ മനുഷ്യൻ കൊടുത്ത വില ഭയങ്കര വിലയാണ്. അപ്പോസ്തലപ്രവൃത്തി 15 ഇതുവരെ ഒരു കോൺഫറൻസ് നടക്കുന്നത് എഴുതിയിട്ടുണ്ട്. ജെറുസലേം കോൺഫറൻസ്. കോൺഫറൻസിന്റെ മുഖ്യ അജണ്ട എന്താണെന്ന് അറിയാമോ? ഈ ദുരുപദേശത്തെ ആ കാലഘട്ടത്തിലെ സഭയൊന്ന് വിലയിരുത്തുകയാണ്. കാരണം ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവർ പറയുന്നല്ലോ ചുമ്മാ അങ്ങനെ യേശുവിൽ വിശ്വസിച്ചൊന്നും കരുതരുത്തില്ലേ. മോശയുടെ ക്രമമൊക്കെ നമ്മൾ അനുസരിച്ച് നോക്കൂ. ചെയർമാനായി യാക്കോബ് വരുന്നു, പത്രോസുണ്ട്, പൗലോസുണ്ട്, ബർന്നബാസുണ്ട്. ഇറ്റിനറിയന്റ് ആയിട്ടുള്ള അപ്പോസ്തലന്മാർ, അവർ എത്രയോ ഇടങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഭാഷ പറയുക, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവധി എടുത്ത് കോൺഫറൻസിന് വന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? സഭയുടെ മുന്നോട്ടുള്ള ഗതിയെ ആ കോൺഫറൻസ് ആണ് തീരുമാനിക്കുന്നത്. പൗലോസ് പത്രോസാണ് എഴുന്നേൽക്കുന്നത്. താൻ പറഞ്ഞു കൊർന്നേലിയോസിന്റെ വീട്ടിലുണ്ടായ അനുഭവങ്ങളെ കൊണ്ട് പറഞ്ഞു, അവസാനത്തിൽ കട്ടുളിന്ന് നോ ബ്രദറൻ, ഇത് വിശ്വാസത്താലാണ്, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. താൻ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം പൗലോസും ബർന്നബാസും കൊണ്ട് എഴുന്നേറ്റു. ഇൻ ദി എൻഡ് ചെയർമാൻ വിധി ഏൽപ്പിച്ചു. ചെയർമാൻ പറഞ്ഞു, ഇവർ ഈ പറയുന്നതിനോട് ദൈവത്തിന്റെ വചനവും ഒക്കുന്നു. ആകയാൽ നമുക്കും പരിശുദ്ധാത്മാവിനും ബോധ്യമായിരിക്കുന്നു, ജാതികളെ ഒരുപാട് കാര്യങ്ങൾ കെട്ടിവെക്കരുത് ഇനി അവരുടെ പേര്. ശ്വാസം മുട്ടി ചത്തത്, രക്തമ്, പരസംഗമ്, പിന്നെ ഭൂതങ്ങൾ കർമ്മിക വിഗ്രഹാർപ്പിതം, ഇതൊന്നും അല്ലാതെ ബാക്കി ഒരു കാര്യവും പുതിയ നിയമസഭയെ അടിച്ചേൽപ്പിക്കരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് യാക്കോബിലൂടെ പറഞ്ഞു. അവർ സ്ട്രോങ് ആയി പിതാക്കന്മാർ നിന്നതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഈ വലിയ രക്ഷയോർത്ത് അനുഭവിച്ചുകൊണ്ട് സന്തോഷിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എത്ര വലിയ കാര്യം ചെയ്തു. Amen. Hallelujah. രക്ഷ ഒരിക്കലും ഒരു പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ആകെ നീതി പ്രവൃത്തി കൊണ്ടല്ല. അല്ല, നമ്മുടെ ഇനി ഒത്തിരി നീതി പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞതേ എല്ലാം കൂടെ കൊട്ടയ്ക്കകത്തോട്ട് വാരി ദൈവത്തിന്റെ മുൻപാകെ കൊണ്ട് കൊണ്ടുവരുമ്പോ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? കറ പുരണ്ട തുണി. It's garbage. It's rubbish. We're saved by grace. ആ വാക്ക് തന്നെ നിങ്ങൾ ഈ തീത്തോസിൽ വന്നാൽ വളരെ മനോഹരമാണ് കേട്ടോ. തീത്തോസില് ആ നിങ്ങൾ വായിച്ച വാക്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ അത് എഴുതിയിട്ടുണ്ട്. ചെയ്ത നീതി പ്രവൃത്തികളാൽ അല്ല എന്ന് കഴിഞ്ഞിട്ട് തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അടുത്തത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കും. അപ്പൊ കരുണയും കൃപയുമാണ്, കരുണയും കൃപയുമാണ്. എന്താണെന്നറിയാമോ ഇതിന്റെ അർത്ഥം? ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പറയാം. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ അനുഭവ സാക്ഷ്യ ലേഖൻ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്. അതിനകത്ത് 15-ാമത്തെ
പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ട്രസ്റ്റ് വർത്തിയ ശരിയാ. എല്ലാ ഗോസ്പലും കൂടെ ഒറ്റ വാക്യത്തിനകത്ത് പൗലോസ് പറയുക, he came not to establish a religion but to save the lost. ഓക്കേ, എന്നിട്ട് പറയാ ആ പാപികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഞാൻ തന്നെയാണ്. I was the worst sinner. അതുകൊണ്ട് പൗലോസ് അങ്ങനെ പറയാൻ കാരണം 13-ാം വാക്യം, ഞാൻ മുൻപേ ബ്ലാസ്ഫീമർ ആയിരുന്നു, ദൂഷകനും പിന്നെ ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ഒക്കെ ഒത്തിരി ആഴമുള്ള കാര്യമാണ്. ബ്ലാസ്ഫീമി എന്ന് പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചവനാണ്. ഉപദ്രവം എന്ന് പറഞ്ഞാൽ നല്ല ബന്ധുക്കോസ്തുകാരെ 1-ാം ക്ലാസ് അടി കൊടുത്തവനാണ്. അടി മാത്രമല്ല, പലരെയും കൊല്ലുന്നതിന് താൻ സാങ്ഷൻ ചെയ്തയാളാണ്. ഹി ഈസ് എ മർഡറർ. നിഷ്ഠൂരൻ എന്ന് പറഞ്ഞാൽ he had a sadistic nature. സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചടിച്ച് തൊഴിച്ചടിച്ച് അവർ കിടന്ന് നിലവിളിച്ച് അവർ അയ്യം വിളിക്കുമ്പോൾ തനിക്കൊരു പൈശാചിക ആനന്ദം ഉണ്ടായിരുന്നു. He was a brute of a man. അങ്ങനെ ഒരു മനുഷ്യൻ രക്ഷപ്പെടുമോ? അങ്ങനെ ഒരു മനുഷ്യൻ രക്ഷപ്പെടുമോ? ഇന്ന് രാത്രി ഒരു പാപി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ I want you to listen to this very carefully. 13-ാമത്തെ വാക്യത്തിന്റെ അവസാനത്താൻ ഈ 2 വിഷയം കൊണ്ടുവരുന്നുണ്ട്. 13-ന്റെ അവസാനം 14-ന്റെ ആദ്യ ഭാഗത്ത് കരുണയാൽ കൃപയാൽ ഞാൻ രക്ഷപ്പെട്ടു. കരുണയാൽ കൃപയാൽ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരുണയ എന്ന് പറഞ്ഞാൽ അർഹിച്ചത് ദൈവം തന്നില്ലെന്ന്. എന്താ അർഹിച്ചത്? ഒറ്റ എനിക്ക് ഇവനെ കൊല്ലണമായിരുന്നു. അത്ര ഭയാനകമായ കാര്യം ദൈവസഭയ്ക്കെതിരെ ചെയ്തതാണ്. ഒറ്റ അടിക്ക് പൗലോസിനെ കൊല്ലേണ്ടതാണ്. ദൈവം അത് ചെയ്തില്ല, കരുണ ലഭിച്ചു. പിന്നെ പൗലോസ് പറയാം കൃപയാൽ അർത്ഥം എന്താണെന്നറിയാമോ? അർഹിക്കാത്തത് കൊടുത്തു. അർഹിച്ചത് കൊടുത്തില്ല, അർഹിക്കാത്തത് കൊടുത്തു. അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പ്രവൃത്തി കൊണ്ടേ അല്ല, കരുണയാൽ കൃപയാൽ സ്വർഗ്ഗത്തിലെ ദൈവം അവന്റെ പുത്രനെ യേശുക്രിസ്തുവിലൂടെ എന്നെ വീണ്ടും ജയിപ്പിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം. Come on, clap your hands tonight and worship God. Hallelujah. ആ രക്ഷയുടെ സന്തോഷം നിന്റെ രാത്രി ആസ്വദിക്കണം. കരുണയാൽ കൃപയാൽ സ്വർഗ്ഗത്തിലെ ദൈവമേ രക്ഷപ്പെടുത്തി. ഇന്ന് രാത്രി ഒരു പാപി ഇതിനകത്തുണ്ടെങ്കിൽ I can tell you by the word of God, by the authority of the word of God, you can be saved. പൗലോസ് പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. I was the worst sinner and if I can be saved, anyone on earth can be saved. 16-ാമത്തെ വാക്യത്തിൽ കൊണ്ടുവന്ന വിഷയം സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ ഒരു എക്സിബിറ്റായി, എന്നെ ഒരു എക്സാമ്പിളായി എന്നെ നിർത്തിയിരിക്കുക. ദൈവത്തിന്റെ പേഷ്യൻസ് ഒരു മനുഷ്യന്റെ മേൽ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുവാൻ എന്നെ ദൈവം ഒരു എക്സാമ്പിളായിട്ട് നിർത്തിയിരിക്കുകയാണ് പൗലോസ് പറയുന്നു. God was so patient with Paul and he's patient with each one of you. If tonight you are without salvation, if you are not saved, if you are not born again, tonight is your night. Hallelujah. അതാണ് വാക്യത്തിന്റെ ഒന്ന്. നാം രക്ഷിക്കപ്പെട്ടു, പക്ഷേ നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ട് അല്ല. In 15 or 10 minutes I want to tell you the main message. നാം രക്ഷിക്കപ്പെട്ടത് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അതും മനസ്സിലാക്കാൻ ഞാൻ കുറച്ചുകൂടെ സിമ്പിളാക്കാം. വചനം മാറ്റുക എന്നല്ല എന്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, എന്റെ കൂടെ വരാൻ വേണ്ടി, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി. All youngsters, please give your attention to me this minute. He saved us 2 ways. Malayalam says പുനർജനന സ്നാനം കൊണ്ട്. Number 2, പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട്. English, I will give you a very simple way. He saved us through the Holy Spirit who gives us new birth and new life by washing us. Amen. That's good news Bible. And it's really good. NIV is also very simple. He saved us through the washing of rebirth and renewal by the Holy Spirit, whom He poured out on us generously through Jesus Christ our Savior. Listen very carefully. Here's the key. Here's the key. He saved us through the washing of rebirth. A washing of rebirth in our
explain it to you. വെറുതെ എങ്ങനെ നിങ്ങൾ കൈയടിക്കണ്ട. You will go with the word. The washing is the new birth itself. അതങ്ങനെ വീണ്ടും ജനിച്ചപ്പോൾ എന്തുവാ കഴിയുന്നത്? ഇതേ വാക്കാണ് എഫേസ്യ ലേഖനം 5:26 പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. വചനത്തോടു കൂടിയ അപ്പ കഴുകല് വചനത്തോടു കൂടിയ. കുറച്ചുകൂടെ പറയാം, കൈയടിക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. പത്രോസ് പറയുന്നു, എന്റെ കാലൊന്നും കഴുകണ്ട. പറയുന്നത് എന്നാ പിന്നെ നിനക്ക് എന്റെ കൂടെ പങ്കില്ല, ഓഹരിയില്ല. ഉടനെ പത്രോസ് കാര്യം പറഞ്ഞ എന്താ? എന്നാ പിന്നെ എന്നെ മുഴുവൻ കൂടെ കഴിയരുത്. ഉടനെ യേശു പറഞ്ഞ എന്താ? നീ ശുദ്ധിയുള്ളവന് കാര്യം മാത്രം കഴിയാ മതി. ആ ശുദ്ധി അപ്പൊ കിട്ടി. അതിന്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. Praise the Lord. Now listen to this. പുനർജനന സ്നാനം is a washing by the word. Number 2, പരിശുദ്ധാത്മാവിന്റെ നവീകരണം. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് കണക്റ്റഡ്. Renewal by the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയോട് ഇടപെടുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് ന്യൂ ബർത്ത്. But that is not the only stage. Renewal ഒന്ന് കൊണ്ടുവരുന്നു. പുതിയ ജനനത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ആൾ പുതിയ ജനനം ഏറ്റെടുക്കുമ്പോൾ അവൻ റിന്യൂഡ് ആകുക. പക്ഷെ അവരോട് നിൽക്കുന്നില്ല. ന്യൂ ലൈഫിലേക്ക് അവനെ അനുദിനം റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ നാളെ പറയാം. Praise the Lord. എല്ലാം കൂടെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഒരു പാപിയായ മനുഷ്യന്റെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവന്ന് അവന് പാപബോധമുള്ളതായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ he is born in the spirit inside of him. He gets reactivated to God. That is new birth. It's an experience by the renewal of the Holy Spirit and by the washing of God's word. Amen. അല്പം മനസ്സിലാക്കാം. നല്ല സിമ്പിൾ ആക്കാം. ഇപ്പം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം 5-ാം വാക്യം നമ്മളിവിടെ ഡിസ്പ്ലേയിലൊക്കെ കണ്ടത്. കുറച്ചുകൂടെ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ഒരു രാത്രി വന്നു. Listen to this very carefully. 1 മുതൽ 3 വരെയുള്ള വാക്യത്തിനകത്ത് നിക്കോദിമോസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. Do you know that he was a Pharisee? ഫാരിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച 2 തവണ അവൻ ഉല്ലസിക്കുന്നവനാണ്. ദശാംശം കൃത്യമായി കൊടുക്കുന്നയാളാണ്. അവന് പാരമ്പര്യം പറയാനുള്ള അബ്രഹാമിന്റെ മകനല്ല. He has tradition on his part. History says he was one of the richest men in Jerusalem at that time. He was rich. പഠിപ്പുണ്ട്, പണമുണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാം ഉള്ള മനുഷ്യനോട് യേശു പറയുക, you can't go to heaven. Praise the Lord. Hallelujah. Sunday school headmaster പോകില്ല, പെന്തിക്കോസ്തി വന്നാൽ പോകില്ല. I tell you, many Pentecostals will not reach heaven. No. I'm coming to the point. Listen. നിക്കോദിമോസ് വലിയ മനുഷ്യനാണ്. നിക്കോദിമോസ്. Number 2, he came at night. Why? പല കാരണങ്ങളാണ്. ഒരു പക്ഷെങ്കിൽ കർത്താവിന് വേറിട്ട് സമയം കുറച്ച് കിട്ടുമെന്ന് കണ്ടായിരിക്കാം. ഒരു പക്ഷെങ്കിൽ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ, അത് അവോയ്ഡ് ചെയ്യാനായിരിക്കാം. വന്നല്ലോ എന്നാ ഞാൻ ഓർത്തുന്നു. എത്രയോണം വരുന്നില്ല, വന്നു. ഇനി വന്നിട്ട് പറയുന്നതെന്നറിയാമോ? ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നെ മീറ്റിംഗ് ആണ് വരുന്നത്. ആണ് യേശു എന്ന നമ്മുടെ ഇന്നത്തെ ആളാണ്. ഞാൻ ബ്രദറെ, എനിക്ക് അങ്ങനെ നിയോഗം ഉണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ നിയോഗം ഉണ്ടായിരുന്നു, വലിയ നടക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. ജീസസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ ടെൽ യു, അത്ഭുതം കണ്ടുകൊണ്ടും അത്ഭുതം പ്രാപിച്ചുകൊണ്ടും യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. മനസ്സിലാകുന്നുണ്ടോ?
ഇത് ആളുകൾക്ക് ആവേശം, അത്ഭുതം 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 അത്ഭുതം. That's good. അതിന്റെ ഗുണമെന്നറിയാമോ? അത്ഭുതം കണ്ടതുകൊണ്ട് ഇവൻ യേശുവിന്റെ അടുത്ത് വന്നു. That is what is intended. ബാക്കിയുള്ള മുഴ മാറി, പക്ഷെ മുഴ മാറിയോണ്ട് അമ്മാവ സ്വർഗ്ഗത്തിൽ പോമോ? ക്യാൻസർ മാറി, ഹല്ലേലൂയ, വെരി ഗുഡ്. ക്യാൻസർ മാറണം എന്തിനാ ഈ ചോദ്യം നടക്കുന്നത്? പക്ഷേ നിത്യരാജ്യത്തിലുണ്ടോ? പാരമ്പര്യം കൊണ്ട് രക്ഷപ്പെടത്തില്ല, പണം കൊണ്ട് രക്ഷപ്പെടത്തില്ല. Many people think that if they have 5 cars they are going to heaven. God bless me, brother. That's stupidity. Hallelujah. All these false teachers, ഈ ദുരുപദേശം പറയുന്ന ആളുകൾ കാർ വേണ്ടി ഒരു കൈവോക്ക്. യോ, I was in a meeting like that. They don't know the word. യേശു കാൽവരിയിൽ മരിച്ചത് ഇവർക്ക് കാലിലേക്ക് തരാനല്ല. That's false teaching. I'm telling you, you must argue with me. ഈ ഓർമ്മ പിടിക്കണം. അങ്ങനെയാണ്. I have to prove it from scripture what I'm saying. Praise the Lord. Don't be impressed by this garbage. അനേകരെ മറിച്ചു കളഞ്ഞു. പെന്തക്കോസ്തിനകത്ത് വന്ന പത്യോപദേശത്തെ നിനക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ പറയാൻ നീ പോകുന്നു. Because you don't know the word. Nicodemus was a big man. He was a big shot. He knew the scriptures. പരീശന മോശയുടെ പ്രമാണങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച മനുഷ്യനോട് പറയുന്നത് നീ സ്വർഗ്ഗത്തിൽ പോകരുത്. ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ ദൈവരാജ്യം കാണുകയില്ല. ഈ വലിയ പഠിച്ച പുള്ളി ചോദിച്ചതെന്നറിയാമോ? എന്താ ഗുരു, ഞാൻ അമ്മയുടെ വയറ്റിൽ പ്രായമായി കഴിഞ്ഞു പിന്നെ കയറണോ? ഇത് തന്നെയാ ഇപ്പൊ ചോദിച്ചു നോക്ക്. ബന്ധുക്കോസുകാരൻ വന്നു, എന്തിനാ ബ്രദറെ സ്നാനപ്പെട്ടത്? അവിടെ കർത്തൃമേശ തരത്തില്ലെന്ന് പറഞ്ഞു. What does this man know? I tell you, വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒത്തിരി പേർ they are in Pentecost. Youngsters, please listen to me. Pastor മോനായോണ്ട് you will not go to heaven. Secretary മോനായ you won't go to heaven. You are the main keyboard player, you will not go to heaven. You must be born again by the washing of the word and by the renewal of the Holy Spirit. That's the starting point. ഇതെന്താ മനസ്സിലാകുന്നില്ല. അനേകരോട് ചോദിച്ചവർക്കൊന്നും അറിയത്തില്ല. സാറേ രക്ഷിക്കപ്പെട്ടോ? വീണ്ടും ജനനം പ്രാപിച്ചു. ഞാനാ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ. Who asked you about all this? Praise the Lord. അമ്മാമേ രക്ഷിക്കപ്പെട്ടോ? വീണ്ടും ജനന അനുഭവം ഉണ്ടോ? ഞാൻ കൈയടിച്ചൊക്കെ ആരാധിക്കുന്നത്. This is not the answer. They don't know what is being born again. അതിന്റെ കാരണം all the main people, they never taught born again experience in our churches. You kill the youngsters. 12ാമത്തെ വയസ്സിൽ കൊണ്ട് ചാത്തി വീടിച്ചിരിച്ചവനെ കൊണ്ട് സ്നാനപ്പെടുന്നു. Praise the Lord. Many of these youngsters, they never had a good experience. I hope they had, but many in Pentecostals they don't have. Amen. അവിടെ യേശു പറഞ്ഞ 5ാം വാക്യം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നീ കടക്കുകയില്ല. ഒറിജിനൽ വാക്യം മറക്കരുത്. പുനർജനന സ്നാനം ഇവിടെ കർത്താവ് വെള്ളത്താൽ, ആത്മാവിന്റെ നവീകരണം ഇവിടെ കർത്താവ് പറയുന്നു by the Holy Spirit. What does that mean? By the Spirit, ആത്മാവിനാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. It is the Holy Spirit. Okay, വെള്ളം എന്താ? 1 പത്രോസ് 1:23, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലുമുണ്ട്. കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. How does this come to be? എങ്ങനെയാണ് ഒരാൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്? അവന്റെ അകത്തെ മനുഷ്യന്റെ വീണ്ടും ജനനം. I tell you, falling under the power of God does not bring വീണ്ടും ജനന അനുഭവം. Oh, I got touched by God. So praise the Lord. You don't need to be even a Christian to be touched by God. I tell you, when you're a crusader, there are hundreds of Hindus getting healed. They're not born again. They're not going to heaven. Hallelujah. Tomorrow I'll tell you how the Holy Spirit operates. ഇവിടെ ആളുകളെല്ലാം തെറ്റിദ്ധാരണയിലാണ്. I tell you. Let me just complete this. By the way, I'm not against falling in the Spirit.
if it is genuine. Because there are a lot of duplicates. They push and throw you and kick on your leg and put you down. That's all abhyasam. I don't know what to say for that in English. That's all abhyasam. There is genuine, and praise the Lord for that. പക്ഷേ അതുകൊണ്ട് വീണ്ടും ജനനമായില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പരിശുദ്ധ ആത്മാവ് കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം നമ്മൾ ജനിച്ചത് കെടുന്ന ബീജത്താല. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ജഡത്താൽ ജനിച്ചത് ജഡമാ. നമുക്ക് പേരൻസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നാം ജനിച്ചത്. I had a father, I had a mother. They came together and I was born. In the same way, spiritually you have two parents. One is the Word of God. One is the Spirit of God. When the Spirit of God takes the Word of God and pours it into your heart and you believe and receive, then there is a new birth inside you and you are renewed. Hallelujah. അകത്തപ്പോഴും നവീകരണം നടക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, അതൊരു അനുഭവമാണ്. അത് കൈയടിച്ചാൽ കിട്ടുന്നതല്ല, പന്തടിക്കുമ്പോൾ കിട്ടുന്നതല്ല. That's an experience. നിന്റെ അകത്തേക്ക് കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനം വരുമ്പോൾ the life of God is imparted. ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തേക്ക് വരിക. അതാണ് നിത്യജീവൻ നിലനിൽക്കുന്നത്. ഇന്ന് രാത്രി സകലവും എഴുന്നേൽക്ക. ഈ അനുഭവം വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറ, oh Lord God, I want a new experience. That's a real experience. That's a genuine experience. And യോഹന്നാൻ 1:11-12-13 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് പറയുന്നതെന്നറിയാമോ? ഉയരത്തിൽ നിന്നുള്ള ജനം. പരിശുദ്ധാത്മാവ് പറയുക യോഹന്നാനോട്, ഉയരത്തിൽ നിന്ന്, born from above. Praise the Lord. നമ്മുടെ അകത്ത് നമ്മളെല്ലാവരും ജഡപ്രകാരം ജനിച്ചു. നമ്മുടെ ഉള്ളിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ was not active. Listen carefully. Holy Spirit പ്രവർത്തിക്കുന്നത് അകത്താണ്. ഇത് പലർക്കും മനസ്സിലാകാതെ പുറത്തെ മാനിഫെസ്റ്റേഷനിലാണ് we concentrate. I believe in manifestation. കൈയടിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ്, വീഴുന്ന ഒരു മാനിഫെസ്റ്റേഷനാണ്, ജമ്പിങ് ഉള്ള മാനിഫെസ്റ്റേഷനാണ്. പക്ഷെ ഹോളി സ്പിരിറ്റ് വന്ന് നിന്നെ ചാടിക്കാനില്ല. പക്ഷെ വന്ന ചാടിപ്പോ അത് വേറെ കാര്യം. പക്ഷെ വന്നതിന്റെ ഉദ്ദേശം എന്താ? Number one, he wants to give you new birth to the Word of God. He wants to get you ready for the kingdom of God. He doesn't want you to perish on this earth. Hallelujah. 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 Praise the Lord. ഒരു supernatural birth ഉണ്ട്. I tell you, that's an experience. അകത്ത ക്രിയ നടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ദൈവവുമായിട്ടുള്ള ചിന്തകളാ. എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് കൂട്ടായ്മയ്ക്ക് പോകണം. ദൈവിക ചിന്തകളാണ് നിറയുക. പോരാ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം അതിന്റെ തുടക്കം അവനെ അകത്താകുക. You partake of the nature of Christ. Hallelujah. Hallelujah. I think I have to close now. Praise the Lord. ഞാൻ 2-3 മിനിറ്റുടെ കൂടുതൽ എടുത്തു പോയി. I'm sorry, but let me complete like this. Listen. പുതിയ ജനനവും നാളെ പറയാൻ പോകുന്ന ആ മെസ്സേജ് നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാകണം. It's like this. ഉൽപ്പത്തി പുസ്തകം 1:26. Don't take your Bible. Let's listen. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം, he created man in his image and likeness. എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടൊരു ശരീരം, എന്റെ കൂട്ടെ ആ ദൈവമെന്നല്ല, എന്റെ അകത്തെ ആണ്. It's in the image and likeness of God. പക്ഷെ ആദം ചെയ്തെന്താ? പാപം ചെയ്തു, കൂട്ടായ്മ നഷ്ടപ്പെട്ടു, എല്ലാം വൈകല്യമായി പോയി. കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ പ്രൈസ് ദി ലോർഡ് യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രൻ വന്ന് നമ്മെ റിഡീം ചെയ്തു, വീണ്ടെടുത്തു. എന്തിനാണെന്നറിയാമോ? അവന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ സ്വഭാവത്തോട് ഞാൻ അനുരൂപമാണ്. വീണ്ടും ജനനം പരിശുദ്ധാത്മാവിലാണ് താങ്കളിൽ സംഭവിച്ചതെങ്കിൽ ഫസ്റ്റ് ആ ഡിവൈൻ നേച്ചറിനോട് അനുരൂപമാകാനുള്ള തുടക്കമായി renewal has happened inside you. പക്ഷെ അതുകൊണ്ട് പോരാ, ഇറ്റ്സ് ഗോയിങ് ടു കണ്ടിന്യൂ. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപമാക്കുക എന്നുള്ളതാണ്
ദൈവത്തിന് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ആത്യന്തിക purpose. Listen here. I want to see all the other ചുമ്മാതെ പറയുന്ന rubber state, all this are junk food. Listen. വേദപുസ്തകം പറയുന്നത് എന്നെയും നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ട്രാൻസ്ഫോം ചെയ്യുക. ഞാൻ നിങ്ങൾ ആ സ്വഭാവത്തോട് അനുരൂപമാകണം. അതിനാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ ദൈവം അയക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യരിലാണ് ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത്. അതിനാണ് ഇപ്പോഴത്തെ വിപ്ലവകാരികൾ പറയുന്നത് പുറത്ത് അത് കിട്ടും, ഇത് കിട്ടും. They are taking you and me away from the Bible and away from God's word and His purpose in our life. They are false prophets and teachers. ദൈവത്തിന്റെ പർപ്പസ് തങ്ങളെ കുറിച്ചുള്ള ഒറ്റ പർപ്പസ്, എനിക്ക് സൗദിയിലേക്ക് പോകാനാണ്. Get all this garbage out. Number one is തന്റെ പുത്രനായ യേശുവിന്റെ ലൈക്നെസ്സിൽ നീ ആണ്. അതിന്റെ തുടക്കമാണ് ഈ കിടാത്ത ബീജം പരിശുദ്ധാത്മാവിന്റെ അകത്തോടിട്ടാൽ. നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെങ്ങനെയാ പരിശുദ്ധാത്മാവ് റിന്യൂ ചെയ്ത് യേശുക്രിസ്തുവിന്റെ നേച്ചർ നമ്മളിലാണ്. Praise the Lord. Hallelujah. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും നാം രക്ഷിക്കപ്പെട്ടു. ഒരു പ്രവാചകൻ പെട്ടില്ലെന്ന് പറഞ്ഞാൽ നോ ബ്രദർ, പെട്ടു. ദൈവത്തിന്റെ വചനം ഞാൻ സ്വീകരിച്ചു. പരിശുദ്ധാത്മ ചലിച്ച് എന്റെ ആകം മാറിക്കൊണ്ട് ഇരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, എല്ലാ കണ്ണുകളടയ്ക്കാം. ക്രേത്തയിൽ തന്നെ ആക്കി തീത്തോസിനെ പൗലോസ് ആഴമേറിയ തിയോളജിക്കൽ സബ്ജക്ട്, ഡോക്ട്രിനൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുക. എനിക്കിവിടെയുള്ള ദൈവസഭകളോട് പറയാനുള്ളത്, നമ്മൾ ബലഹീന വിശ്വാസികളാകരുത്. I encourage you to read God's word. I encourage you to meditate on God's word. I encourage you to learn God's word. ദൈവവചനം പോലെ പവർഫുൾ ഉലകത്തിൽ ഒന്നുമില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവനും അതാതിന്റെ ഓർബിറ്റിൽ പ്ലാനറ്റ്സിനെ നിർത്തിയിരിക്കുന്നത് ദൈവം സംസാരിച്ച ദൈവത്തിന്റെ വചനമാണ്. ഉളവാക്കുവാൻ ശേഷിയുള്ള ദൈവത്തിന്റെ വചനം. പരിശുദ്ധാത്മാവ് ആ ദൈവത്തിന്റെ വചനത്തെ ഭാവിയായുള്ള താങ്കളുടെ ഉള്ളിലേക്ക് ഇട്ടു. താങ്കൾ വിശ്വസിച്ചു, താങ്കൾ സ്വീകരിച്ചു. അകത്തൊരു ജനമുണ്ടാകുന്നു. ഒരു മതത്തിന് വരാൻ കഴിയത്തില്ല, ഒരു പുരോഹിതന് വരാൻ കഴിയത്തില്ല. ആ തലയിൽ കൈവച്ചാൽ അത് കിട്ടത്തില്ല. It's because you believe God. Hallelujah. ഒരു ഗാനം നമുക്ക് ചേർന്ന് ആരംഭിക്കാം. Praise the Lord. എന്താ ചെയ്യേണ്ടത്? If you believe, praise the Lord, വിശ്വസിക്കാൻ തയ്യാറായാൽ ഏത് പാപിയും രക്ഷപ്പെടും. എന്താ വിശ്വസിക്കേണ്ടത്? 2010 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഉണ്ടായിരുന്നു. നോ, എന്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തിന്റെ പുത്രൻ ഈ താണഭൂമിയിൽ വന്ന് എനിക്ക് കിട്ടേണ്ട മരണമെന്ന ശമ്പളം തന്റെ മേൽ വഹിച്ച് എന്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച വായ തുറന്ന് അവൻ ഏറ്റുപറയാൻ തുടങ്ങിയാൽ, you will be born again. Listen, I know when I explain, I'm sorry I don't have time. I need 2 hours, 3 hours like this, but you know, in conference it's not possible. I can explain this, but listen to me. Maybe before having a newborn experience by the Holy Spirit, by the washing of the Word, maybe you took water baptism. What do you do now? Get baptized again. That's it. I know the cameras are taking me. Nobody in Pentecost is born to save. എടാ യാക്കോബ് വിട്ടതെന്തിനാ? കളിപ്പില്ല. പിന്നെ വിശ്വാസമില്ലാതെ ധ്യാനപ്പെട്ട് കളിപ്പില്ലേ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. Number 1, believer. അകത്ത് renewal by the Holy Spirit. അങ്ങനെയുള്ളവർ സ്നാനപ്പെട്ടിരിക്കണം. കണ്ണടയ്ക്കണ്ട. നമ്മൾ പാട്ട് പാടുമ്പോ കണ്ണ് തുറക്ക്. Pastor, your message spoke to my heart. നമ്മുടെ പ്രവൃത്തി
ഇവൻ സ്നാനം കൊണ്ടുമല്ല, രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടിരിക്കണം. How many want to make a commitment? Don't deceive yourself. ഞാൻ പറയാം, ഇത്രയും പരസ്യ സാധിച്ചിരിക്കുക നമ്മൾ അയ്യോക്കെ ആളുകൾ, അപ്പം ഞാൻ സ്നാനപ്പെട്ടതില് അയ്യോ മിക്കതും അങ്ങനെ ആര് പോകുന്ന നിൽക്കുന്നുള്ളൂ. ആർക്കറിയാം ഉപദേശിമാരും അങ്ങനെ ആയിരിക്കും. Because nobody taught us the word. I am not condemning anybody. I am not condemning anybody. Please, honestly, I stand for God's word. I stand for the kingdom of God. I stand for Jesus. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ഇത് ഒരുത്തൻ പൂച്ചയ്ക്ക് പണി കെട്ടി നോക്കും, ഒരുത്തൻ കാര്യം പറഞ്ഞു നോക്കും. എനിക്ക് ഓരോ പ്രശ്നം ഉണ്ടാവുന്നത് സത്യമാണ്. പക്ഷെ പിള്ളേരെ രക്ഷപ്പെടും. Listen, don't കണ്ണടയ്ക്കൂ, തല വണക്കൂ, leave all this garbage. കണ്ണ് തുറക്കൂ, തല നേരെ പിടിക്കൂ. എനിക്ക് real, genuine, വീണ്ടും ജനന, born again experience by the Holy Spirit. ഞാൻ